ഓക്കെ, അസ്സാം വലൈക്കും, ഗുഡ് ഈവനിങ്. പിന്നെ നമ്മൾ കുറച്ച് കേസ് സ്റ്റഡീസ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ PGയും ഒക്കെ പഠിച്ചിറങ്ങുന്നവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കേസുകൾ അറ്റൻഡ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള മടിയോ ആശങ്കയോ ഭയപ്പാടുകളോ ഉണ്ടാവുകയില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കേസ് സ്റ്റഡികളിലൂടെ നിങ്ങൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതില്ല. അപ്പോൾ ഞങ്ങൾ PGക്ക് പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അധ്യാപകരുമായിട്ട് ഇരുന്നിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകമായ താല്പര്യത്തിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമുകളും ഹോസ്പിറ്റൽസും ഒക്കെ സന്ദർശിച്ചിട്ടുമൊക്കെയാണ് ഇത് നേടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ വഴികളൊക്കെ സ്വീകരിക്കണം. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കേസ് സ്റ്റഡി 1 by 1 ആയിട്ട് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ 3 ദിവസത്തെ യാത്രയിൽ പറഞ്ഞ ഒരു കേസ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ ഒരു ചെറിയ ഒരു സൂചന പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, സോറി. അതായത് എൻ്റെ മുന്നിൽ വരുന്ന 22 വയസ്സുള്ള ആ പെൺകുട്ടി തൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിച്ചതിൻ്റെ കാരണത്താൽ പോലീസിൽ അറസ്റ്റിലായിരിക്കണം. അപ്പോൾ ആ രാജ്യത്തെ നിയമം വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കും. ഓക്കെ, വേണ്ടപ്പെട്ടവർക്ക് ഫോൺ ചെയ്തോളൂ, അവർ വരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം, ഈ വഴികൾ പറയുന്നത് ഈ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക വ്യഥ ആ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ അറ്റൻഡിങ് സമയത്ത് മനസ്സിലാക്കുന്നു. സോ അതുകൊണ്ടാണ് അറ്റൻഡിങ് ഈസ് നോട്ട് എ ജസ്റ്റ് അറ്റൻഡിങ്. പിന്നെന്താണ്, 2 തരം അറ്റൻഡിങ്സ് ആണ് നമ്മളതിൽ പറഞ്ഞത്. എന്തൊക്കെയാണത്? 2 kind of attending. വെർബൽ ആൻഡ് നോൺ വെർബൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ പെൺകുട്ടി വിശദീകരിക്കുന്ന വിശദീകരണങ്ങളിൽ അത്രയും അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങളും മറ്റുമൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് നോൺ വെർബലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെർബലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു, ലഭ്യമാകുന്ന ഏറ്റവും ആ ഹോസ്പിറ്റൽസ് പോകുന്നു. ഹോസ്പിറ്റലുകളിലൊന്നും അങ്ങനെ ഒരു പേഷ്യൻ്റ് അവിടെ വന്നത് ഒരു പേരിലൊരു പേഷ്യൻ്റ് അവിടെ ഇല്ല. രണ്ടാമത്തെ വഴി എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനാണ് പിന്നെ ആശ്രയിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെയും ഇൻഫർമേഷൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവസാനം കുറച്ചൊരു പാവം തോന്നിയിട്ടുള്ള ഒരു മനസാക്ഷിയുള്ള ഒരു പോലീസുകാരൻ അവരുടെ ഡാറ്റ എടുത്ത് അവരുടെ അവരുടെ അടുത്തുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് പറയുന്നു ഇന്ന കേസിന് ഇന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാൾ വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അപ്പോൾ ഇവർ കേസ് ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നിടത്ത് സ്റ്റെക്കായി നിൽക്കുകയാണ്. ഈ വേർഡ് അവർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന വേർഡ് ആ പെൺകുട്ടി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നോൺ വെർബലായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യണം? എനിക്കൊരു അവർ അവർക്ക് ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട്, അവിടുത്തെ റെൻറ്റ് കൊടുക്കുവാനും ഇവൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് തരക്കേടില്ലാത്ത പൈസ ഒരു 10,000-20,000 റുപ്പീസ് അല്ലെങ്കിൽ $25,000 ഒരു മാസം അയച്ചു കൊടുക്കാനുമൊക്കെ കഴിവുള്ളൊരു ജോലിയാണുള്ളത്. ഇതൊക്കെ ഈ വിശദീകരണത്തിനിടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന നാട്ടിൽ നിന്ന് വീട്ടുകാരും മറ്റും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ്റെ കൂടെ പോകൂ, അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകൂ, അവൻ്റെ കൂടെ നിൽക്കൂ. ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ ഇത്രയും ഞാൻ കുറേ കേസ് സ്റ്റഡികൾ നിങ്ങളുടെ മുന്നിൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഈ 22 or 23 years old പെൺകുട്ടി പറഞ്ഞ അവരുടെ പ്രായം, അവരുടെ മനസ്സ്, ആരുമില്ല. ഈ ഹസ്ബൻഡിൻ്റെ ഒരു ബ്രദറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്.
ഇതല്ലാതെ വേറെ ആരല്ല. ഹസ്ബൻഡ് ബ്രദർ പോലും പറയുന്നത് നിങ്ങൾ കൂടെ പോകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇവർ കൂടെ പോകണമോ? അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഇവിടെ കൂടെ പോകണമോ, ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമോ? ഇതിൽ 2-3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ പൊന്നാനിക്കാര ഭാഷയിൽ പറഞ്ഞാൽ അഹമ്മദി എന്ന് പറയും. നിങ്ങളവിടെ എന്താ ഉപയോഗിക്കുന്നത് അറിയില്ല. ഓക്കെ, കയ്യിലിരിപ്പ് എന്ന് പറയില്ലേ, കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. കുറേ പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി മാത്രം, തൻ്റെ ഭാര്യ മാത്രം വീട്ടിലുണ്ടായിരിക്കുക, ഓഫീസ് കഴിഞ്ഞ് വരിക, കുളിച്ച് ഫ്രഷായിട്ട് പോകുക, എന്നിട്ട് ഏതോ ഒരു സമയത്ത് കയറി വരിക. ഓക്കെ, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഇവർ രണ്ടുപേരും ആകെ കാണുന്നത് ഈ വൈകുന്നേരം വരുമ്പോൾ ഉള്ള ഇവൻ ഈ ഫ്രഷ് ആവുന്ന ഒരു സമയവും രാവിലെ ഇവർ ഫ്രഷായിട്ട് ഓഫീസിലേക്ക് പോകുന്ന സമയവും. മനസ്സിലായില്ലേ? എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു തുടങ്ങി നോക്കൂ. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ? അതൊന്നും അവരുടെ അടുത്ത് ഷെയർ ചെയ്യണ്ട. ഉസ്താദ് ഇതില് യെസ്, ഇതില് ഹസ്ബൻഡ് പേർപ്പസ്ലി കുടുങ്ങിയതാണ്. വേണമെച്ചിട്ട് അവൻ ഇത് തെരഞ്ഞെടുത്തതാണ്, ഈ ഡ്രഗിന്റെ. അതെ, വേണമെച്ചിട്ട് തെരഞ്ഞെടുത്താണ്. കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വൈഫ് അൺഅവെയർ ആയിരുന്നു. അവെയർ ആയിരുന്നു, പക്ഷേ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തൊക്കെയോ അതെൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വേറൊരു ഫ്രണ്ട് തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കബളിപ്പിക്കുക ചെയ്തത്. പക്ഷെ അവളത് തിരിച്ചു കൊടുത്തില്ല, അവളത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെറ്റർ ഷീ നോട്ട് സപ്പോർട്ട് എന്നായിരിക്കും നല്ലത്. നോട്ട് സപ്പോർട്ട്. ഓക്കെ, നോട്ട് സപ്പോർട്ട്. പക്ഷെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. ഓക്കെ, കാരണം ഇത്ര 4 വർഷം കൂടെ ജീവിച്ച ആളല്ലേ, ഉള്ളിലൊരു സ്നേഹമുണ്ട്. സപ്പോർട്ട് ചെയ്യണം, പക്ഷെ അത് ജോലിയൊക്കെ കളഞ്ഞിട്ട് കൂടെ പോകുന്നതിന് പകരം അവര് ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവർക്ക് അവിടെ റീഹാബിലിറ്റേഷൻ ഒക്കെയുള്ള സാമ്പത്തിക സപ്പോർട്ടും അതൊക്കെ ചെയ്ത് അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പം. പക്ഷെ അതല്ല, അവള് വോൺ ചെയ്തതാണ്. ഒരു പ്രാവശ്യം പിടിച്ചതുമാണ്, വോൺ ചെയ്തതുമാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അയാളുടെ ഒരു ഉത്തരവാദിതമായ ഒരു വൈഫിനോ അത് ആ സമയത്ത് അവള് സപ്പോർട്ട് ചെയ്തതുമാണ്. സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവൾ ഫ്ലഷ് ചെയ്തിട്ടുണ്ടാവുക. ഡ്രഗ്സിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് റീഹാബിലിറ്റേഷൻ സെന്റർ പോലുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഓക്കെ, ഫായിസ് പറഞ്ഞതിൽ കുറേ പോയിന്റുകളുണ്ട്. പിന്നെ ഷബ്ന പറഞ്ഞതിലും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫായിസ് പറഞ്ഞെടുത്താണ് ഞാൻ നിൽക്കാം. സോറി, പോടാ, എന്താ പറഞ്ഞേ? അല്ല, ആരാ പറഞ്ഞേ? ഷാഹിന. ആ ഓക്കെ, ഞാൻ ഫായിസ് പറഞ്ഞ പോയിന്റിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഒരു മനസ്സ്. അവൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. അപ്പം ഇത് പറഞ്ഞു വന്നപ്പോൾ ഇവരുടെ മനസ്സിലുള്ള സംഘർഷം എന്ന് പറയുന്നത്, ഞാനിവിടെ നിന്നാൽ എന്നെ പിന്നെ ഹസ്ബൻഡിനോട് സ്നേഹമില്ലാത്തവളായി ചിത്രീകരിച്ച്, പിന്നെ അവൻ്റെ ഒരു പ്രതിസന്ധിയിൽ അവൻ്റെ കൂടെ നിൽക്കാത്തവളായി ചിത്രീകരിക്കാൻ ഒരു ടീം ഓഫ് ആളുകളുണ്ട്. ഓക്കെ, അതാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിലുള്ള വലിയ വ്യഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ, ഇനി നീ കൂടെ പോയി എന്ന് വിചാരിക്കുക, കൂടെ പോയി, ഓക്കെ, ഡി അഡിക്ഷൻ സെൻറ്ററിൽ ജോലിയെല്ലാം വിട്ട് ഉപേക്ഷിച്ച് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്ന ആളുകളുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് ഇവർ കൂടെ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പാർട്ട് ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചു. കൂടെ പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു ഭാഗവും കൂടെ പോയത് നന്നായി എന്ന ഒരു ഭാഗവും അപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിച്ചു. സാർ, അപ്പോഴും ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. 2 ഭാഗം എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അവന് ഡി അഡിക്ഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ അപ്പോൾ 2 ടീം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോഴും 2 ടീം ഉണ്ടാകും. ഇതാണ് എന്താ പറയുക, ആ ഒരു സിറ്റിങ്ങിൽ നടക്കേണ്ടത്
അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു മാഡല്ല. നമ്മൾ 4 പോയിന്റുകൾ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അല്ലേ? സാഡ്, മാഡ്, സ്കാഡ്, അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാഡും ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാഡ്നെസ് എന്ന് പറയുന്നത് ഇവിടെ ഹസ്ബൻഡിനോട് ഈ പെൺകുട്ടിക്ക് ഇപ്പോഴും ഉള്ള മനസ്സിലുള്ള സ്നേഹമാണ് നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം ഗ്ലാഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലവർ മാഡായി പോയേക്കും. പക്ഷേ അറ്റൻഡിങ് സമയത്ത് എനിക്ക് മനസ്സിലാകുന്നു സാഡ്നെസ് ആണ്. കണ്ണ് എവിടെയോ ഒന്ന് നിറയുന്നുണ്ട്, പക്ഷെ വല്ലാണ്ട് കരയുന്നൊന്നുമില്ല. ബോൾഡ് ആയിരിക്കുകയാണ്. ഈ സിറ്റുവേഷനൊക്കെ ആ പെൺകുട്ടീനെ ബോൾഡ് ആക്കിയിരിക്കുകയാണ്. ഏത് സിറ്റുവേഷൻ? ഇവനെ മിസ്സായി കറങ്ങി നടന്ന് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും പോയി നടന്നിട്ടുള്ള സിറ്റുവേഷൻ അല്ല, മറിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളായി ഇവൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് സ്മോക്കിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ പെൺകുട്ടി ക്യാരിയിങ്ങിലേക്ക് വരാത്തത് പോലും ഇതൊക്കെ ഒന്ന് കറക്റ്റായതിന് ശേഷമേ അതിലേക്ക് പോയാൽ മതി എന്ന ഒരു ഉറച്ച ഡിസിഷൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിളാണ്, ഒറ്റ സിറ്റിംഗ് ആണ്. കാരണം അവിടെ ഞാൻ അവൈലബിൾ അല്ല, പിന്നെ അവർക്കും അവൈലബിൾ ആകാനുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്നിട്ടുള്ള ആ സിറ്റിങ്ങിൽ സിമ്പിളായിട്ട് അവരുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഐഡിയകളെ ഒരു എക്സ്പേർട്ട് ഹാൻഡ് അപ്രൂവ് ചെയ്യുന്നു എന്ന ഒരു ഒറ്റ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കൽ ഇത്തരം കേസുകളിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിലില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് നമ്മളിൽ നിന്ന് വരുന്നതാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഒറ്റ ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്? പ്രധാനപ്പെട്ട അവരെ മനസ്സിനെ ഹീൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ പോയാലും 2 ടീം ഉണ്ടാവും. നിങ്ങൾ പോയാലും 2 ടീം ഉണ്ടാകും, പോയില്ലെങ്കിലും 2 ടീം ഉണ്ടാകും. രണ്ടായാലും 2 ടീം ഉണ്ടാകും. അമ്മേനെ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ളക്കത് കിട്ടണം, കുറേ കാലമായി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. എത്ര ആയാലും നിൻ്റെ അമ്മയല്ലടോ എന്ന് പറയുന്നത് ഉണ്ടാകും എന്നൊരു നാട്ടുചൊല്ല് പോലെ ഇതാണ് അവിടെ സംഭവം. അപ്പോൾ ഞാൻ ഈ കേസ് പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ പഠനത്തിലേക്ക് വരാം. ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ അണ്ടർസ്റ്റാൻഡ് പേർപ്പസ്, ഡെവലപ്പ് സ്കിൽസ്, അപ്ലൈ തിയറീസ്, ഇതൊക്കെ നമ്മൾ കുറച്ച് തിയറീസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ബിയോണ്ട് ദ തിയറീസ് ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്? ഒരു പക്ഷേ ഈ ക്ലയൻറ്റിൻ്റെ മനസ്സിൽ ഓൾറെഡി സെറ്റാണ്, ഇതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റാണ്. പക്ഷെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്നെ ആളുകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തെറ്റ് പറയുമോ, കുറ്റം പറഞ്ഞേക്കുമോ, ഹസ്ബൻഡിനെ സംരക്ഷിക്കാത്തവളെന്ന് പറഞ്ഞേക്കുമോ എന്ന ആദിയാണ്. അപ്പോൾ ഇത് അല്ലാത്തൊരാൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അല്ലാത്തൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അത്രമേൽ ആക്സെപ്റ്റബിൾ ആയിരിക്കുകയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആയേക്കാം. ഓക്കെ, അത് നമ്മൾ പോയിൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ ക്ലയൻറ്റിനെ മനസ്സിലാക്കുന്നതിലൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡെപ്തിൽ പോകുന്നതിലൂടെ ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയൻറ്റ് മാഡായിട്ടുള്ള അവസ്ഥയിലല്ല. സ്വാഭാവികമായിട്ടും ഈ അവസ്ഥയിൽ ഒരു വ്യക്തി സാഡായി പോകും, അത് ഉറപ്പാണ് ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, അപ്ലൈ തിയറീസ്, മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, കണക്ട് കൗൺസിലിംഗ് ഫ്രെയിംവർക്ക്സ് ടു റിയൽ ക്ലയൻറ്റ് സിറ്റുവേഷൻസ്. എന്താ പറഞ്ഞത്? റിയൽ ക്ലയൻറ്റ് സിറ്റുവേഷൻസ്. ഇത് ലൈവ് സാധനമാണ്, ലൈവാണ്. 2-3 ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് കയറ്റി അയക്കാൻ വേണ്ടി പോകുന്ന ഒരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുന്നിൽ നിന്ന് പോകുന്നത്, ചിരിച്ച്, പിന്നെ എന്താ പറയുക, പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ്, ആത്മവിശ്വാസം നമുക്കത് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും കൈ നീട്ടിയിട്ട് ഭയങ്കര ഷെയ്ക്ക് ഹാൻഡിന് നല്ല ദൃഢത ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, എന്താണ് ഇതിലെ നോൺ വെർബൽ അറ്റൻഡിങ്?
ഇതിലെ നോൺ വെർബൽ അറ്റൻഡിങ് എന്തെല്ലാമാണ്? അവര് സംസാരിക്കുമ്പോ അവര് ബാണോ അല്ല അവരുടെ മുഖത്തെ എക്സ്പ്രഷനും നേരത്തെ പറഞ്ഞ പോലെ സാഡ് മാഡ് ഗ്ലാഡ് ആ ഒരു ഏത് അവസ്ഥയിലാണ് അവര് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ, ഒന്നതാണ്. രണ്ടാമത്തേത് ഫൈസൻ നേരത്തെ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. Face ഓക്കെ, expression, body ഫേസ് എക്സ്പ്രഷൻസ് വളരെ ടോണ്, പ്രധാനപ്പെട്ടതാണ്. സംസാരിക്കുന്ന ടോണ് എക്സാക്ട്ലി, സംസാരിക്കുന്ന ടോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരിക്കുന്ന ടോണിൽ ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം ഞാനിങ്ങനെ തുടക്കം മുതലേ ഞാനിതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടക്കം മുതലേ. അപ്പോഴാണ് കുറച്ച് നേരം കണ്ട് കഴിഞ്ഞ് പോയപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായ കഥയും ഞാൻ ക്യാരിയിങ്ങിലേക്ക് വരാത്തതിൻ്റെ കഥയും ഒക്കെ പറയുമ്പോൾ ആ ടോണിൽ എന്തില്ല പതറിച്ചയില്ല. സാധാരണ 22 വയസ്സുള്ള പെൺകുട്ടി വേറെ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ കസിൻസും ഇവരൊക്കെ സറൗണ്ടിങ്സിൽ ഉണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കണ്ണെവിടെയോ നനഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ നനഞ്ഞിട്ടുണ്ട്, പക്ഷെ നനഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ടോൺ. അപ്പോൾ ടോൺ വളരെ പ്രധാനപ്പെട്ട ഫൈദ. വെരി ഗുഡ്. ഓക്കെ, ദെൻ പറഞ്ഞോ, ഇതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇത് നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാ. ഇതിൽ ഇവിടെ നമ്മൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് അതൊന്നും നോക്കേണ്ട സംഭവങ്ങളല്ല. ഇതിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസൊക്കെ അവൻ്റെ അടുത്ത് നോക്കിയാൽ മതി, അവനെ കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഇനി ഇതിൽ അവസാനമായിട്ട് ചെയ്യാനുള്ളത് അവനുമായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവനുമായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാനാണത് അഡ്വൈസായിട്ട് പറഞ്ഞില്ല, നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിച്ച്, ഇനി നീ വിളിക്കുന്ന സമയത്ത് നാളെ വിളിക്കുക, ഇന്ന സമയത്ത് ഇത്ര സമയത്ത് അവർക്ക് വിളിക്കാൻ എന്തോ ഒരു പെർമിഷൻ ഉണ്ട്, ആ സമയത്ത് വിളിക്കുമ്പോൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇവനെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കണം, നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഞാൻ ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. എനിക്ക് തോന്നുന്നത് 5 വർഷത്തേക്ക് ഖത്തറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പാടില്ല എന്നാണോ, അതോ ഖത്തറിലേക്ക് ലൈഫ് ലോങ് പോകാൻ പാടില്ല? GCCയിൽ വേറെ ഖത്തറൊഴികെ ബാക്കി എവിടേക്കും പോകാം, അങ്ങനെ എന്തോ സംഭവം. എന്തായാലും ഇമ്മീഡിയറ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം ഇവൻ ഇങ്ങോട്ട് പറയണം, എന്ത് പറയണം? നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോകാം, എന്നെ നീ സപ്പോർട്ട് ചെയ്യൂ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം. ഈ വർത്തമാനത്തിലേക്ക് ഈ എന്താ പറയുക, അവനെ ആരെത്തിക്കണം? ഈ പെൺകുട്ടി എത്തിക്കണം. നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? കോൾ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എങ്ങനെ സംസാരിക്കണം? വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. എക്സാക്ട്ലി, നമ്പർ 1 പോയിന്റ്. വെരി ഗുഡ്. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം. കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിൻ്റെ ലെവൽ മാറിക്കോളും. നമ്പർ 1. ദെൻ അഗെയിൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഇതിങ്ങോട്ട് പറയിപ്പിക്കണമല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം അവൻ ഇങ്ങോട്ട് പറയണം. whatever happened is happened, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഇൻ ദ സിറ്റുവേഷൻ കറന്റ്ലി ഐ എം വിത്ത് യു എന്നുള്ളൊരു ഉറപ്പ് അയാൾക്ക്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ, പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു പേടി ക്രിയേറ്റ് ചെയ്യണ്ടായി. ഇനി ഇതിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഈ ലൈഫിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയും കൂടി ഈ ഹസ്ബൻഡ് മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യിക്കണം. ഇവളെ തിരിച്ചു കിട്ടൂല അല്ലേ? അതല്ലേ? അല്ല, തിരിച്ചു കിട്ടില്ല. ഇനി ഞാൻ നല്ലപോലെ ആയിട്ടില്ലെങ്കിൽ, ഇനി ശീലങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു ലൈഫ് കിട്ടില്ല. ഇപ്പൊ ഇതൊരു ചാൻസ് ഇല്ലേ, ആൾക്കൊരു ചാൻസ് ആണ്. ഞാൻ ഇത്രയും ട്രാപ്പിൽ പെട്ടിട്ടും ഈ വൈഫ് എന്റെ കൂടെ ഉണ്ട്. ഇനി ഞാൻ നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് തിരിച്ച് ലൈഫ് കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പേടിയും കൂടി. എക്സാക്ട്ലി, ഫൈദ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ പെൺകുട്ടി ഇതിനേക്കാളും ഒരു പടി കടന്നു നിന്നുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയോ? നീ അവിടെ പോയിട്ട് അവർ പറയുന്ന അത്രയും പിന്നെ ഡ്യൂറേഷനിൽ പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു സിഗരറ്റെങ്കിലും വലിച്ചാൽ ഇനി ഞാനില്ല, അതുവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ പോലും ഞാൻ നിൻ്റെ കൂടെ ഇല്ല. നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇതിന് പറ്റിയിട്ടുള്ള ഒരു ബന്ധം നീ തിരഞ്ഞെടുത്തോളൂ, കുഴപ്പമില്ല. നോക്കൂ,
ഇത് ഉസ്താദ് ആ സമയത്ത് ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഫീൽ ആവൂലല്ലോ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി സറണ്ടറിങ് ഫീൽഡ് ആവില്ലേ ഉണ്ടാവുക വൈഫിനായിട്ട്? കാരണം അവൻ മെന്റലി അയാൾ തന്നെ മനസ്സിലാക്കൂലേ, ഷീസ് ലൈക്ക് സപ്പോർട്ടിങ് സോ മച്ച്, എന്റെ കൂടെ ഇങ്ങനെയും നിന്നൊരാൾക്ക് ഒരു സറണ്ടറിങ് ഇതാവുമോ ഉണ്ടാവുക ആ സമയത്ത്? ഇത്രയും പറയേണ്ടി വരും അവൾക്ക് ഇങ്ങനെയൊക്കെ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ് നീ? അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു, മനസ്സിലായി, എന്നെ വിളിച്ചു. പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എത്ര 3-4 അവരുടെ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവനെല്ലാം എഗ്രി ആയിട്ടുണ്ട്, ഞാനിവിടെ നിൽക്കൂ എന്നാണ് അവൻ പറഞ്ഞത്. നമ്മളെ സിറ്റിംഗ് വളരെ. അപ്പോൾ രണ്ടാമത് വീണ്ടും അവർ പറയുന്നത്, സാറിനെ പഠിച്ചവന് എനിക്ക് വേണ്ടിയിട്ടാണ് ഖത്തറിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ. കാരണം എന്തുകൊണ്ടാണ് ആ വേർഡ് വരുന്നത്, നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പോയിട്ടില്ലയോ എന്നുള്ളതല്ല, മനസ്സിലായില്ലേ? അവരുടെ അടുത്ത് നിന്ന് ആ വേർഡ് കിട്ടും. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളൊരു പ്രൊഫഷൻ എന്നതിനും അപ്പുറം അത് കഴിഞ്ഞ് വരുന്ന സമയത്ത്, മനസ്സിലായില്ലേ? ഞാൻ അന്ന് മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള കുറേ പേരൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തെങ്കിൽ പോലും എനിക്കൊരാളെ പോലും ആ പുതിയ ബാച്ചിലേക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ യാത്ര വളരെ, എന്താ പറയാ, പൂർത്തീകരിക്കും. അതുകൊണ്ടായിരിക്കും ഉസ്താദ് ആ യാത്ര വൈകിയത്. വിസ റിജക്റ്റ് ആയി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ വിസ റിജക്റ്റ് ആയത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അറ്റൻഡിങ് എന്ന് പറയുന്നത് ഇത്രമേൽ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ കേസിൽ ഇങ്ങനെയാണെങ്കിൽ വേറെ കേസുകളിൽ വേറെ തരത്തിലുള്ളതായിരിക്കാം. സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നു, വാട്ട് ഈസ് കേസ് സ്റ്റഡി ഇൻ കൗൺസിലിംഗ് എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ക്ലയൻറ്റ്സ്, അതിൻ്റെ A to Z നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ നമുക്കതിൽ നിന്ന് തരംതിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധ്യമായില്ലെങ്കിൽ നമ്മളൊരു കൗൺസിലർ അല്ല, നമ്മളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ വേറെ ഒരു കേസ് സ്റ്റഡിയിലേക്ക് കൂടി പോവുകയാണ്. ആ കേസ് സ്റ്റഡി ഞാനൊരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് പിന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഡിമോണിറ്റൈസേഷൻ വരുന്നു, സാമ്പത്തികമായിട്ട് പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എഗെയിൻ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുമ്പോഴത്തേക്ക് കൊറോണ വരുന്നു, വീണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇയാൾ കുറേ ആളുകളുടെ അടുത്ത് നിന്ന്, ഇനി നിങ്ങളുടെ മൈൻഡ് മറ്റേതിൽ നിന്ന് മാറ്റാനിട്ട് അതൊരു പുതിയ സാധനമാണ് വരുന്നത്, പിന്നെ വരുന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താണ് കാരണം? നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്കൊക്കെ 1,00,000 രൂപ മേടിച്ചവർക്ക് 1000 രൂപ കൊടുക്കുന്നവരുണ്ട്. റിട്ടേൺ അല്ല, അത് എക്സാക്ട്ലി പലിശയാണത്. ശരിക്കും പറഞ്ഞാൽ ജെന്യുവനായിട്ടുള്ള പലിശയാണ് കൊടുക്കുന്നത്. 1,00,000 രൂപക്ക് 5,000 രൂപ പിന്നെ കൊടുക്കുന്നവരുമുണ്ട്. ഒരു എളുപ്പമില്ലാതെ വാങ്ങാൻ തയ്യാറുള്ളവർക്ക് അതൊന്നും കുഴപ്പമുള്ളതല്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഈ മനുഷ്യൻ വീണ് പോവുകയാണ്. അവിടെ ലക്ഷറി കാർസ് ഉണ്ട്, ലക്ഷറി വീടുണ്ട്, ലൈഫ് ലക്ഷറിയാണ്. കുട്ടികൾ ഏറ്റവും വലിയ ഫീസ് കൊടുത്ത് പഠിക്കാവുന്നിടത്താണ് കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്നത്. നല്ലത് തന്നെ. ഇതൊക്കെ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇല്ലാത്തവരെ പോലെ ജീവിക്കാനൊന്നും പഠിച്ചോൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഇല്ലാത്തവർക്ക് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് റിക്കവർ ആവാൻ വേണ്ടി പറ്റുന്നില്ല. നോക്കൂ, ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്പർ 1, ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ദീർഘിപ്പിച്ച് പറഞ്ഞാൽ ഒരു 10-11 സിറ്റിങ്ങിലൂടെ നടന്നിട്ടുള്ള സംഭവത്തെ ഞാനൊരു 10 മിനിറ്റിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ടാകും. ആദ്യം ഹസ്ബൻഡും വൈഫും, ഇദ്ദേഹം മാത്രം വരുന്നു. ഞാൻ പറഞ്ഞു പോരാ, വൈഫ് കൂടി വരണം. ഓക്കെ, അത് ആ സിറ്റിങ് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വൈഫിനായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് വിശദമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നു. ഓക്കെ, ആ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് ടൈം നിങ്ങൾ ലയബിലിറ്റി കംപ്ലീറ്റ് എഴുതി വരണം.
അത് എഴുതി വരുന്നു. അപ്പോൾ ഇത്ര ആളുകൾക്ക് ഇത്ര ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അവിടെ പിന്നെ ഇതിപ്പോൾ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ജിയോഗ്രഫിക്കലി ഈ ഭാഗത്ത് തന്നെ ഉള്ളവരാണെന്നുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള അങ്ങനെ ഉണ്ടല്ലോ, ഓരോ നാട്ടിലും കുറച്ച് അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പൊതുസമ്മതനായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു, ഞങ്ങൾ ഓഫീസിൽ ഇരിക്കുന്നു, ഇതിൽ നിന്ന് കുറച്ച് പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അവരെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിളിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്, ഒരു 2-3 ആളുകൾ അടങ്ങുന്ന ഒരു ടീമാണ്. നാട്ടുകാർക്കൊക്കെ പൊതുവെ പൊതുസമ്മതനായിട്ടുള്ള ഒരു വ്യക്തി അടങ്ങുന്ന ടീം. അതെ, അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ്. നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന പൈസ മുഴുവനും പലിശയാണ് ശരിക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുന്നിടത്ത് അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങളൊരു 6 മാസം മുതൽ 1 വർഷം വരേക്കും കുറച്ച് സബൂറാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും പോകാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പിന്നെ അവസ്ഥ പോകുന്നത്. ഇത് മനസ്സിലാകുമ്പോൾ ഇത് കേട്ടപ്പോൾ അവർ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മതി എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അറൗണ്ട് 60,000 റുപ്പീസ്, 60 to 70,000 റുപ്പീസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എബോവ് 60 ഒരു മാസം കൊടുക്കുന്നതിൽ നിന്ന് കുറവ് വരുന്നു. വേറെ കുറച്ച് പേര്, അതിൽ 2-3 പേര് എന്താണ്, അവരുടെ അടുത്ത് ആകെയുള്ള ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ കുടുംബം കഴിയാൻ. അവരെ ടച്ച് ചെയ്യുന്നില്ല. വേറെ ഒരു ടീം എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ അവൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ അത് എടുത്തു കൊണ്ടുവരും, ഇതെടുത്ത് കൊണ്ടുവരും, ഓക്കെ, ഞങ്ങളത് തല്ലിപ്പൊളിക്കും എന്ന് പറയുന്ന വേറെ ഒരു ടീം. അപ്പോൾ അവരെ വിളിച്ചിട്ട് കുറക്കാൻ വേണ്ടി പറ്റുന്ന എമൗണ്ട്സൊക്കെ കുറച്ചു. അപ്പം ഇങ്ങനെ ആ ഒരു സിറ്റിംഗ് കൊണ്ടുണ്ടായത് ഏകദേശം ഒരു 80,000 റുപ്പീസോളം, അതായത് ഏകദേശം ഒരു മാസം ഇവന് ഒരു 2 lakhs റുപ്പീസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റിംഗ് കൊണ്ട് 80,000 ആണ് കുറഞ്ഞു കിട്ടിയത്. പിന്നെ വാഹനം അവനെ കൊണ്ട് തന്നെ പറയും, ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് നിൻ്റെ അടുത്ത് വിൽപ്പനക്ക് പറ്റിയിട്ടുള്ളത്? സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം. 2 കാറുകൾ വിൽക്കുന്നു, സാധാരണ ഒരു കാറ് വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 75 lakhs റുപ്പീസാണ്. 75 lakhs റുപ്പീസ്. ഇപ്പോൾ 75 lakhs റുപ്പീസ് എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് ഈ 2 വാഹനങ്ങൾ വിൽക്കുമ്പോൾ തന്നെ ഏകദേശം അവനൊരു 40 lakhs to 45 lakhs റുപ്പീസ് കിട്ടി. ഏകദേശം ഒരു 4-5 വർഷം മുന്നേ നടന്നിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് വളരെ കൃത്യമായൊരു ഫിഗർ എൻ്റെ അടുത്ത് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ നമ്മളെ അടുത്ത് ഉണ്ടാവണം, വെർബാറ്റിംസ് എന്ന് പറയുന്നൊരു സാധനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അതോട് കൂടിയിട്ട് കാര്യം കഴിഞ്ഞു. പിന്നെ അവൻ്റെ വീട് മാറുന്നു. വീട് പിന്നീട് തിരിച്ചു പിടിക്കുന്ന വലിയ പിന്നെ എന്താ പറയുക, ഒരു സിനിമ സ്റ്റോറിയൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്നിട്ട് ഇവനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ശാരീരികമായിട്ട് കുറേ പ്രയാസങ്ങളൊക്കെ വരികയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ വേറെ നടക്കുന്നുണ്ട്. അപ്പം ഇവൻ എന്നോട് പറയുന്നത്, സാർ ഇതൊക്കെ എനിക്ക് സാർ എന്താ ചെയ്യുന്നത്? സാറൊന്നും ചെയ്യുന്നില്ലല്ലോ. സാറ് ഞങ്ങളെങ്ങനെ ഇരുത്തിയിട്ട് ഓരോന്ന് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുകയാണല്ലോ, ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് സമാധാനമുണ്ട്, ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്വസ്ഥത ഉണ്ട്. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മെൻ്റൽ വെൽബീയിങ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നല്ല ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ ആത്മവിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്നു, ഇതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുറപ്പാണ്. ആ സിറ്റിംഗ് കൊണ്ട് ഉണ്ടായത് എന്താണ്? ഇതിനാണ് നമ്മൾ ഇസ്ലാമിക് സൈക്കോളജി കൂടി ഇതിനോട് കൂടി ചേർത്ത് പഠിക്കുന്നത് എന്താണ്, അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന വർത്തമാനം വെറുതെ ഖുർആൻ പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ കയ്യിലുള്ള പൈസയും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സമ്പത്തും ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത് എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ പടച്ചോൻ പറയുന്നത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സ് ശാന്തമായിരിക്കണമെങ്കിൽ ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ഒരുപാട് സമ്പത്തില്ല, ഒരുപാട് വിദ്യാഭ്യാസമില്ല, അധികാരങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്തവനും എന്തുണ്ട്, ഞാനും മനസ്സിന് സമാധാനം കൊടുക്കും. പക്ഷേ എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് ഓർത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനം ഞാൻ തരുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റുകൾ, ഒന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിലും ശരി, സബ്സ്റ്റൻസ് ഉപയോഗിച്ചതാണെങ്കിലും ശരി, ജീരിയാട്രിക് കൗൺസിലിംഗ് ആണെങ്കിലും ശരി,
പിന്നെ ഫാമിലി കൗൺസിലിംഗ് ആണെങ്കിലും ശരി, എന്ത് തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിലും ശരി, ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ട് കേസ്, ഇന്നലെ മോർണിംഗ് തന്നെയല്ലേ, ഇന്ന് മോർണിംഗ് ഞാനൊരു എന്താ പറയുക, ഒരു ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റിലായ ഒരു കേസ് പറഞ്ഞത് ഇന്നലെ അല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? യെസ്, അതെ. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ പറയുന്ന, കാരണം അദ്ദേഹം അതിൽ വളരെ നിരപരാധിയാണ്, വളരെ കൃത്യമാണ്. പക്ഷെ അദ്ദേഹത്തെ 14 ദിവസം ജയിലിലാക്കിയത് വെറും 12,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ എന്താ പറയുക, പണയം വെച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ മുന്നിൽ അവരൊന്നുമില്ല, ഇവിടെ നമ്മുടെ മുന്നിൽ ഇദ്ദേഹം മാത്രമാണുള്ളത്. ഇദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത്, കാരണം അവിടെ നമ്മൾ ഈ ഇസ്ലാമിക് സൈക്കോളജി നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉപകാരത്തിൻ്റെ വേറൊരു ഘട്ടമാണ് അവിടെ കാണുന്നത്. പടച്ചോൻ്റെ മുന്നിൽ തെറ്റുകാരനല്ലാത്തയിടത്തോളം കാലം നിങ്ങളുടെ മനസ്സ് എന്താകേണ്ടതില്ല, വൈബ്രേറ്റ് ചഞ്ചലപ്പെടേണ്ടതില്ല, ബുദ്ധിമുട്ടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ പറയല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് അഡ്വൈസായി പോയേക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷെ ആളുകൾ അങ്ങനെയൊക്കെയാണ് നോക്കുക. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്, ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഇതുമായിട്ടൊരു കണക്ഷനും ഇല്ലാത്ത വളരെ സാധാരണ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി, മെഡിക്കൽ, സൈക്യാട്രിക്, ഫാമിലി, ഈ സംഗതികളൊക്കെ അവർ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പറയുന്ന സമയത്തുള്ള അവരുടെ മെൻ്റൽ സ്റ്റേറ്റസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേരത്തെ ഷാഹിനയും ഫൈസും ഒക്കെ പറഞ്ഞു. അതിൽ അല്ലെ അപ്പിയറൻസ്, ബിഹേവിയർ, മൂഡ്, കോഗ്നീഷൻ, ഇൻസൈറ്റ്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്താ പറയുക, സ്ട്രെങ്ത്സ് ആൻഡ് റിസ്ക്സ്, ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ചില ആളുകളെ ഇത് പഠിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് MSc സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള 2 പേര് വന്നിട്ട്, സാർ എന്തെങ്കിലും ജോലി ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചിട്ടാണ് അവർ വന്നത്. അവരിന്ന് 2 പേരും കൗൺസിലിംഗ് സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. ഒന്നിനും ഒരു ഉറപ്പില്ല, ഒരു മാനസികമായിട്ട് എന്താ പറയുക, ഒരു ആത്മവിശ്വാസമില്ല. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ സംഭവിക്കാനുള്ളതാണോ, ഇതൊക്കെ വെറുതെ ആളുകൾ പറയാന്നല്ലാതെ ഇതൊക്കെ സാധ്യമാകുന്നതാണോ, ഇങ്ങനെ 2 തോണിയിൽ കാലിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവർക്ക് ഇതൊന്നും നടക്കില്ല. സാധ്യമാണ് എന്ന് തീരുമാനിച്ച് ഇറങ്ങുക. ഇവിടെ നമ്മൾ ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. കുട്ടികൾ നമ്മളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന ആ കേസ് സ്റ്റഡി, ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡി പറയണ്ട, കോമൺ ആയിട്ട് പറയാം, അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഏത് തരത്തിലുള്ള കുട്ടികൾ വന്നാലും അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പണി വാട്ട് യു വാണ്ട് ടു ബി എന്നുള്ളതാണ്. ആരാവാനാണ് മോനെ മോളെ നിനക്ക് ആഗ്രഹം? അപ്പോൾ കുറേ പ്രൊഫഷനുകൾ വരും, ഓക്കെ, അതൊക്കെ വരും. അതിൽ ഫസ്റ്റ് വരെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഒന്നാമതായിട്ട് വരുന്നത് എന്തായിരിക്കും? ഡോക്ടർ, എൻജിനീയർ, ലോയർ, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പൈലറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. നേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. ഇതിലേതെങ്കിലും ഒരു സംഭവം ഈ കുട്ടിയിൽ ഉണ്ടായിരിക്കും. ഇനി ഇതൊന്നുമില്ലാത്ത ഒരു വിഭാഗവുമുണ്ട്. ആൺകുട്ടികൾ വന്നിട്ട് എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആയാൽ മതി, ക്രിക്കറ്റ് പ്ലെയർ ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ ഫുട്ബോൾ പ്ലെയറേ ഉള്ളൂ. ഈ ഫുട്ബോൾ പ്ലെയർ ആയാൽ മതി എന്ന് പറയുന്ന കുട്ടീൻ്റെ എന്താ പറയുക, രക്ഷിതാവിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കി, ഈ പഹയൻ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജിൻ്റെ ഒരു ലൈനിൻ്റെ ഒരു വേർഡിൻ്റെ ഒരു സ്പെല്ലിങ് പോലും ഇവൻ എടുത്ത് നോക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ പ്ലെയർ വരുന്നത് അവിടെ. ഇനി ഇയാൾ എന്താ പറയുക നോക്കട്ടെ, കാരണം പഠിക്കണ്ടല്ലോ ഈ സാധനത്തിന്. മെസ്സി പഠിച്ചിട്ടാ, റൊണാൾഡോ പഠിച്ചിട്ടാ, ഇനി കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടാ, ഇതായിരിക്കും ഇവൻ്റെ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, അവിടെയും നമുക്ക് വഴികളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, കുട്ടികൾ വരുന്ന സമയത്ത് അവർ എത്രത്തോളം ഇതിൽ സാഡ് മാഡ്
സ്കയർഡ് എന്നുള്ള അവസ്ഥയിലുണ്ട് എന്ന് നോക്കണം. പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, പരീക്ഷാ ഹാളിൽ പോകുന്ന ബ്ലാങ്ക് ആകുന്നു സാർ, ഭയങ്കര മടിയാണ് സാർ പഠിക്കാനിരിക്കാനായിട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊരു അവസ്ഥയിലാണ് ഈ കുട്ടി ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. വാട്ട് യു വാണ്ട് ടു ബി. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞത് എനിക്ക് CI ആവണം. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് അറ്റൻഡ് ചെയ്തൊരു കേസാണ് അത്, പെട്ടെന്ന് എനിക്ക് CI ഓർമ്മ വന്നു, CI ആകണം. ഓക്കെ, പക്ഷേ ഇവൻ പഠിക്കുന്നില്ല. അപ്പോൾ CI ആകണമെങ്കിലും മോനെ എന്തായി തീരണം? +2 10ാം ക്ലാസ്സിൽ എത്ര % മാർക്കില്ലെങ്കിലും നീ ജയിക്കണം, അത്യാവശ്യം നല്ല മാർക്കിലൊക്കെ ജയിക്കണം അവൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ +2-ന് ഇപ്പോൾ നമ്മൾ മലബാർ മേഖല, അപ്പോൾ ഞങ്ങൾ അപ്പോൾ കുറേ എന്താ പറയുക ഭൂമിശാസ്ത്ര ജിയോഗ്രഫിക്കൽ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ മലബാർ മേഖലയിലാണ് ഞാനും ഈ കുട്ടിയൊക്കെ ഉള്ളത്. മലബാർ മേഖലയിൽ +2-ന് സീറ്റ് കുറവാണ്. അപ്പോൾ മോൻക്കറിയാമല്ലോ, എല്ലാ കൊല്ലവും ഇങ്ങനെ ന്യൂസ് കാണാറില്ലേ, ഇപ്പോൾ ഫുൾ A+ കിട്ടിയവർക്ക് പോലും അവർ ഇഷ്ടപ്പെടുന്ന പിന്നെ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഈ ഓരോ സംഭാഷണത്തിലെ നമ്മുടെ ഓരോ പോയിന്റുകളും ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ ഏതർത്ഥത്തിലാണ് എടുക്കുന്നത്? അവിടെ എങ്ങനെ മനസ്സിലാക്കുക? അവൻ ഐ കോണ്ടാക്റ്റ് ഉണ്ടോ? അവന് വേറെ എന്തെങ്കിലുമൊക്കെ കയ്യിൻ്റെ മേലിങ്ങനെ തിരിപ്പിടിച്ചിരിക്കുകയാണോ? താഴെ നോക്കിയിട്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ഇതിപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന മൈക്ക്, ഇത് ചില കുട്ടികൾ ഈ മൈക്കും ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ചോദിക്കും, സാറേ ഈ സാറിന് എന്തിനാണ് ഈ മൈക്ക്? പ്രായത്തിനനുസരിച്ചിട്ടാ കലണ്ടറിൽ ഈ ഒരു കലണ്ടർ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നിപ്പോൾ ഫെബ്രുവരിയാണ്, ഇത് മാർച്ചാണ് കിടക്കുന്നുണ്ട്, സാറിൻ്റെ കലണ്ടറിൽ മാർച്ചിലാണല്ലോ കിടക്കുന്നത്, ഇത് ഫെബ്രുവരി അല്ലേ ഈ മാസം? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ബന്ധമില്ലാത്ത കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അവർ നമ്മളുടെ അടുത്തേക്ക് പ്രതികരിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. എല്ലാത്തിലേക്കും ഞാൻ ഇപ്പോൾ ഇൻട്രാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. കേസ് സ്റ്റഡിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേസ് സ്റ്റഡി പറയുമ്പോൾ. ഇപ്പം ഏതൊരു കുട്ടി വന്നാലും അവനെ എനിക്ക് 100% സക്സസ് ആണ്. 100% കഴിഞ്ഞാൽ വേണമെങ്കിൽ 99.99% എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവൻ വാട്ട് യു വാണ്ട് ടു ബി എന്ന് പറയുന്ന ആ പോയിന്റിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവരെ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ ഒരു ഇത് തന്നിട്ടുള്ളത്, ഒരു ടൈം ടേബിൾ ഒരുക്കി തന്നത് അല്ലേ? ഒരു മോഡൽ ടൈം ടേബിൾ. പിന്നെ നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് പോയിന്റ് നമ്പർ 2. ഈ ടൈം ടേബിൾ ഒരാഴ്ച നീ ചെയ്ത് വരികയാണ് എങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ, അത് നീ അപ്പോൾ അതിൽ ടോട്ടൽ സിറ്റിങ്സ് 35 ടൈംസ് ആണ്. ഓക്കെ, 35 ടൈംസിൽ നീ 25 ടൈംസും ഇരുന്നിട്ടില്ല. അവിടെ നമ്മൾ എന്താണ് ക്രോസ് ചെയ്യുന്നിടത്ത് നമ്മൾ അവനെ കൊണ്ട് എഴുതിപ്പിക്കും. മടി, യാത്ര, അസുഖം, കല്യാണം, വിരുന്ന്, മരണം, എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് കുഞ്ഞിതാക്കിയിട്ട് അതിൽ എഴുതാൻ വേണ്ടി പറയണം. ടിക്കാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ടിക്ക് ഇട്ടാൽ മതി. ക്രോസ് ആണെങ്കിൽ മൂലയിൽ ക്രോസ് ഇട്ടിട്ട് അത് എഴുതി വരണം. ഇത് നീ ചെയ്തു കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ 60% മാർക്കിൽ വിജയിപ്പിച്ച് നിനക്ക് തരും. ഉറപ്പായിട്ടും വിജയിപ്പിച്ചു തരാം. പക്ഷെ ഇത് നീ ചെയ്തു കൊണ്ടുവരണം. ഇവിടെ നമ്മുടെ വോയിസ് മോഡുലേഷനും നമ്മുടെ കോൺഫിഡൻസും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവരെ മനസ്സിലുണ്ടാകുന്ന സ്പാർക്ക് എന്തായിരിക്കും? ഇയാൾ തരക്കേടില്ല എന്നവർക്ക് തോന്നണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാ, വിട്ടിട്ട് എന്ന ഒരു ചിന്താഗതി അതവൻ്റെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നോൺ വെർബൽ അറ്റൻഡിങ് വീണ്ടും കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഈ ആത്മവിശ്വാസത്തിൽ പോകുന്നു. എൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളത് രക്ഷിതാവിനാണ്. എന്താ പറയുക, ഇവൻ്റെ പിന്നാലെ കൂടരുത്, പഠിക്കടി പറഞ്ഞിട്ട് പോകരുത്. ഇത്ര മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. സാർ എന്തോ ഒരു ടൈം ടേബിളോ എന്തോ തന്നു എന്ന് പറഞ്ഞു, മോനത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, മോളത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പഠിക്കുന്നിടത്ത് കാണുന്നിടത്ത് ഒട്ടിച്ചു വെക്കണം. ചിലർക്ക് സ്റ്റഡി ടേബിളൊന്നും ഉണ്ടായിരിക്കില്ല, പാവങ്ങളായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും കാണുന്നിടത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ ടിക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് പാരൻറ്റിൻ്റെ അടുത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും പരീക്ഷ അടുത്ത് നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത വാട്ട് യു വാണ്ട്, നീ ഭാവിയിൽ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും. ഡെഫിനറ്റ്ലി കുട്ടികൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 പഠനത്തിന് ഞാൻ ഒരു പ്രത്യേകമായിട്ടൊരു സംഭവം എടുത്ത് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 99.99 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
ആ 99.99 എന്ന് പറഞ്ഞ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോയിന്റ് ഇതാണ്. അതായത് ഞാൻ ഒരിക്കൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മുടി കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഇവിടെ വരെ ഉണ്ടാവും, എവിടെ കണ്ണിൻ്റെ താഴോട്ടുണ്ടാവും. ഇതിങ്ങനെ മുടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 5-10 മിനിറ്റ്സ് ചോദിച്ചതിന് മാത്രം എന്താ പറയുക, അച്ചടിച്ച പോലത്തെ മറുപടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പേരെന്താ, കറക്റ്റ് നെയിം, സ്കൂള്, എന്താ ഭക്ഷണത്തിന് ഇഷ്ടം ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്തിനാണ് സാറ് ചോദിക്കുന്നത്, സാറിന് ചോദിക്കണം, സാറിന് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ ഉമ്മ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്, അത് ആ കാര്യങ്ങൾ ചോദിച്ചാൽ പോരെ. ഇങ്ങനെ ഭയങ്കരമായ നിരാസം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. അവസാനം ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ചോദിച്ചു, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇല്ലല്ല എനിക്ക് ഇങ്ങോട്ട് വന്നതേ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 99.99.1% ഉൾപ്പെടുത്താം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കൗൺസിലിംഗ് ഒന്നും സക്സസ് ആക്കി കളയാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. നമുക്ക് പരിമിതികളുണ്ട് ആസ് എ പേഴ്സൺ. ഓക്കെ, വിജയിക്കുന്ന കൗൺസിലിങ്ങിൽ നമുക്കൊരിക്കലും അമിതാത്മവിശ്വാസം ഉണ്ടാകരുത്. ഞാനൊരു മഹാസംഭവമായി നമ്മൾ വിചാരിച്ചേക്കരുത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സക്സസ് ആയത്. ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് എല്ലാ സ്റ്റേജസിലും ക്ലയൻറ്റ് നമ്മളോട് സഹകരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിലും എന്നിട്ടും അത് സക്സസ് ആയി തീർന്നില്ലെങ്കിൽ അതും എന്താ പറയുക, അത് ഖലാ എന്നും നമ്മൾ സാധാരണ വിധി, അതാണ് അത്, അതിന് സമയമായിട്ടില്ല എന്നതാണ് അവിടെ നമുക്ക് പറയാൻ എന്താ പറയുക, നമുക്ക് പേഴ്സണലി മനസ്സിലാക്കാനുള്ളത്. സോ ഇതൊരു എന്താ പറയുക, ഞാൻ ഇവിടെ പറഞ്ഞ 3 പ്രധാന കോൺഫിഡൻഷ്യാലിറ്റി, അതൊരു ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ്. ആ റൂം വിട്ട് പുറത്തേക്ക് ഇത് പോകില്ല. കൺസെൻറ്റുകൾ ഇൻഫോം ചെയ്യുക. പിന്നെ കുറച്ച് പ്രൊഫഷണൽ ബൗണ്ടറീസ്, അത് എന്താ എത്തിക്സുമായി റിലേറ്റഡ്. നമ്മൾ എത്തിക്സ് പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ കുറച്ച് കേസ് സ്റ്റഡികൾ ഞാൻ അയച്ചു തരും. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ 1-2 കേസ് സ്റ്റഡികൾ അയക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ് മനസ്സിലാക്കി, ഞാനിപ്പോൾ 2ാമത്തെ കേസ് സ്റ്റഡി ക്ലാസ്സാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കേസ് സ്റ്റഡികൾ 1-2 ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളിനി ക്ലയൻറ്റുകളെ അറ്റൻഡ് ചെയ്ത് തുടങ്ങണം. നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരുന്നു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ ഒരു കൗൺസിലർ എന്ന മാനസികാവസ്ഥയിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുക. പറ്റുകയാണെന്നെങ്കിൽ നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിത് പഠിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കതൊന്ന് പഠിക്കുന്നുണ്ടെന്നൊന്ന് പറയണ്ട, സോറി, നിൻ്റെ അന്നത്തെ പ്രശ്നം എന്തായിടാ, അത് ശരിയായോ, ആ സാമ്പത്തിക പ്രശ്നം എന്തായി, അത് നീയല്ലേ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് ആ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടെന്ന്. അല്ലെങ്കിൽ ചോദിക്കുക, എന്തായി നിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിയായോ, കുറച്ചായാലോ അതുമായി ബന്ധപ്പെട്ട് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ സംതിങ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ് ഉണ്ടെങ്കിൽ അത് ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു കൗൺസിലിങ്ങിൽ സ്വാഭാവിക കടന്നു വരും. ടെർമിനൽ ഓർ റെഫറൽ, ഈ ഒരു പോയിന്റ് നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവുക. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി, നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഈ സംഭവമാണ്. ഇപ്പോൾ ഞാൻ പിന്നെ നാട്ടിലില്ലാത്ത സമയത്ത് കഴിഞ്ഞ 3 ദിവസം വളരെ പ്രധാനപ്പെട്ട നാട്ടിലെ ഒരു വ്യക്തി മരണപ്പെട്ടു. എൻ്റെ വിവാഹമൊക്കെ അദ്ദേഹമാണ് പിന്നെ എന്താ പറയുക ചേർത്തി തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ആളെ കുറച്ചൊക്കെ എഴുതുന്ന വ്യക്തിയാണ്, ഭയങ്കര ക്രൗഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ വൈഫ് മരണപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത്. അവർ ആകെ ബെഡ്രിഡനാണ്, ഫുള്ള് കിടപ്പിൽ, ചെറിയ കുട്ടീനെ പോലെ ആയിട്ടുണ്ട് ആ ഉമ്മ, അത്രയും ഇതാണ്. അപ്പോൾ അവൻ്റെ മകൻ പറഞ്ഞു, അവന് ഉപ്പാൻ്റെ മരണം അറിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നത്, ഖലീൽ എൻ്റെ ഉമ്മാനൊന്ന് നീ കാണണം, ഓക്കെ, ഉമ്മാൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോൾ നമ്മളെ അടുത്ത് അത്രയും നേരം അവൻ്റെ അടുത്ത് സംസാരിച്ചതിൽ നിന്ന് എന്തോ ഒരു സംഭവം നമ്മളുടെ അടുത്ത് തോന്നിയത് കൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത്. അതുവരെ ഉമ്മാൻ്റെ അടുത്ത് ആരെയും കയറ്റിയിട്ടില്ല. ഞാൻ പോയപ്പോൾ എന്താ പറയുന്നത്, ഉമ്മാൻ്റെ അടുത്ത് ഖലീലൊന്ന് സംസാരിക്കും. എൻ്റെ ഏജുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മകൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അകത്തേക്ക് കയറി. അവർ ബെഡ് റിഡൻ ആണെങ്കിൽ പോലും നല്ല കോൺഷ്യസ് ആണ്.
അപ്പോൾ അവർ ഏത് സമയത്തും മരിച്ചു പോകും എന്നുള്ളൊരു ആശങ്ക കുട്ടികൾക്കുണ്ട്. പക്ഷെ മരണപ്പെട്ടതാണെങ്കിൽ നേരെ അവരുപ്പയാണ് മരണപ്പെട്ടത്. നമുക്കവിടെ എന്താണ് ഞാൻ ഇന്നലെ വരെ നമ്മൾ 4 ടോപ്പിക്കുകളിലായിട്ട് കവർ ചെയ്ത കെയർ ഓഫ് ഡെത്ത് ആൻഡ് ഡൈയിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവ് മരണപ്പെട്ട ഈ പിന്നെ കിടപ്പിലായിട്ടുള്ള ഈ പ്രായം ചെന്ന ഈ സ്ത്രീൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് എന്താണ് സംസാരിക്കുക? എന്താ സംസാരിക്കുക? എന്താ ചെയ്യുക? മരുന്ന് കഴിച്ചോ, ഭക്ഷണം കറക്റ്റിന് കഴിച്ചോ എന്നൊക്കെയാണോ? ഓക്കെ, ചോദിച്ചോ, പറഞ്ഞോ. കറക്റ്റാണ്. ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചത് ചോദിച്ചിട്ടില്ല, പിന്നെ ഭക്ഷണം കഴിച്ചത് ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കരയുന്നുണ്ട്, ഭയങ്കര വിഷമമുണ്ട് മുഖത്ത്. എന്നെ അറിയുന്ന ആളാണ്. നമ്മളൊന്നും സംസാരിക്കണ്ട, നമ്മൾ തലോടിയാൽ മതി, നമ്മൾ കൈമ പിടിച്ചാൽ മതി, 2-3 മിനിറ്റ്സ് നിന്നാൽ മതി, കൂടുതൽ നേരം നിൽക്കണ്ട. പിന്നെ ഒന്ന് ദുആ ചെയ്യുക, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. അള്ളാഹു സ്വർഗം നൽകട്ടെ. കാറ്റിനേക്കാൾ വേഗതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല PVC എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. എല്ലാവരും PVC എന്ന അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. PVCയെ എന്താ പറയുക, അള്ളാഹു കാറ്റിനേക്കാൾ വേഗതയിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇങ്ങനൊരു 3-4 ദുആ തലയിൽ നല്ലോണം സംസാരിക്കുന്ന പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് പോയിട്ട് ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ദുആകളാണ് ഈ ദുആ. കാരണം നമ്മൾ സംസാരിക്കുന്നത് മകന് വേണ്ടിയിട്ടല്ല. ഒന്ന് സംസാരിക്കേ, ഉമ്മാടത്തൊന്ന് സംസാരിക്കുന്ന പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് സാറൊന്നും മിണ്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കും. മകനെന്ത് തോന്നിയേക്കും എന്നാണ് ഷനൂജ പറയുന്നത്. ഇപ്പൊ അഹനെ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ട് ഇവന് വലിയ സൈക്കോളജിസ്റ്റൊക്കെ ആയിട്ട് ഉമ്മാനെ സമാധാനിപ്പിക്കാൻ കയറ്റിയിട്ട് ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ദുആ ചെയ്തിട്ട് ഇറങ്ങി വരികയാണോ ചെയ്തത് എന്ന് മകന് തോന്നിയെങ്കിലും വെച്ചിട്ടല്ലേ. നമുക്ക് മകനല്ലല്ലോ, ഉമ്മക്ക്. എന്റെ ഫുൾ ഫോക്കസ് സംസാരിക്കാൻ വിളിച്ച് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോയ ഞാൻ മനസ്സിലാക്കുന്ന മോർ ദാൻ വേർഡ്സ് സംടൈംസ് സൈലൻസ് സ്പീക്ക്, ആ തെറാപ്പി ആയിരിക്കും ഉസ്താദ് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഒരു എന്താ പറയുക, എന്ത് തെറപ്പി ഈ സാധനത്തിലൊന്നുമല്ല. ആസ് എ പേഴ്സൺ, ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഷനൂജൻ്റെ പിന്നെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ മകനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനെങ്കിലും ഈ മനുഷ്യനെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ? മിണ്ടാണ്ട് നിന്നിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ക്ലയൻറ്റ് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ കയറിപ്പോകുന്ന സമയത്ത് ആ കിടപ്പിലായിട്ടുള്ള ആ ഉമ്മാൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന ചില വായനകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് ആ സമയത്ത് എൻ്റെ അടുത്ത് തോന്നിയിട്ടുള്ളത്. അവിടെ എൻ്റെ മനസ്സിൻ്റെ 7 അയലത്ത് പോലും ഞാൻ സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വെച്ച പാഠങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ കൂടി നിൽക്കുന്നവരൊക്കെ നമ്മളങ്ങനെ നോക്കുന്നുണ്ടാവും. കാരണം എന്താ, ഡോക്ടറിനെക്കാളും പിന്നെ അവിടെ എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള രീതിയിൽ നോക്കുക. എന്നെ അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്, ഞാൻ ആരാണെന്ന് അറിയുന്നവരുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ പുറത്ത് അവരുടെ മുഖഭാവങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോഴും ദുആ ചെയ്തപ്പോഴൊന്നും അവർ പ്രസന്നമായ മുഖഭാവമായി എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നോക്കൂ, ഇത് നമ്മുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്, ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം അളവിൽ കിട്ടുന്നുണ്ട് എന്നെനിക്കറിയില്ല. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിൽ നിന്ന് സമൂഹം ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ചിലപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഖത്തറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പിന്നെ പെങ്ങളുടെ മകൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പറഞ്ഞു, നിഹാല ഫുഡെല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, മാമ സൈക്കോളജിസ്റ്റാണ്, സുഖിപ്പിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണിത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ആളുകൾ ചില സമയത്ത് ഇതിലൂടെ ഇങ്ങനെ എടുക്കും. മനസ്സിലായില്ല? അവിടെയൊക്കെ നമ്മൾ രസകരമായിട്ട് ആ സിറ്റുവേഷനെ കണ്ട് കൈകാര്യം ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുക, അതാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ എത്തിക്സ് വേണ്ട ഒരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ്.
അതല്ല ഓക്കെ. ഇപ്പൊ സാർ പറഞ്ഞില്ലേ, ഇപ്പോ ദുആ ചെയ്തതിനെ കുറിച്ചും മറ്റും. ഞാൻ നോക്കായിരുന്നു ഫൗസിയത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഞാൻ ക്ലാസ്സിലൊക്കെ അപ്പോഴാണ് ഫൗസിയത്ത് ഹോസ്പിറ്റൽ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഇന്ന് വേറൊരാളാ ഷനൂജാണ് സംസാരിച്ചത്. ഫൗസിയത്ത് എങ്ങനെയായാലും വരേണ്ട ആളാ, സമയം ഞാൻ ചെവിടെ ആള്. ഇപ്പൊ ദുആ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, എത്ര ഇപ്പതാ ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഒരു മരണം നടന്നു. അത് 2 ദിവസം പേഴ്സണലി ഞാൻ ഇതിനെ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഒന്നും പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് കൈപിടിക്കും, തലോടും. അതങ്ങനത്തെ മരണമാണ്. വൈഫിന് 45 വയസ്സ് മറ്റായിട്ടുള്ള, 60 വയസ്സ്, പെട്ടെന്നുള്ള മരണമാണ്, സഡൻ ഡെത്ത് എന്ന് പറയില്ല, അതാണ്. അപ്പോ ഇതേപോലെ പക്ഷെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോ ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് അപ്പൊ എന്താന്ന് വെച്ചാല്, അവര് ഓൾറെഡി നമ്മൾ പറയുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു ആമീൻ പറയുന്ന മൈൻഡിലേക്ക്, അതായത് ഭയങ്കര ഇതിൽ നിന്ന് ഇതിലേക്ക് ജസ്റ്റ് ആ നിമിഷത്തിലെങ്കിലും അവർ ആ ഒരു ചിന്തയിലേക്ക് വരും. അതായത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര ഭയാനകമായ രീതിയിൽ എന്ന് പറഞ്ഞ ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത, കാരണം നമ്മൾ തന്നെ ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മരണമായിരുന്നു ഈ പറഞ്ഞ പോലെ. പക്ഷെ ഇവളോട് ഇതേപോലെ അവളുടെ അടുത്ത് ഞാൻ നമ്മുടെ തൊട്ടയൽവാസിയാണ്, പോകാറുണ്ട്. അപ്പൊ ഇതേപോലെ പറയും. പിന്നെ ചെറിയ ചെറിയ ദുആകൾ അവൾക്കും അറിയണ്ടായിരിക്കും, ഞാൻ അങ്ങനെ തന്നെ പറയാറ്, നമുക്കറിയണ്ടായിരിക്കും അത്. അല്ല അപ്പൊ മൗനം ഒരുപാട് സംസാരിച്ചില്ലെങ്കിലും അല്ല അതാണ് അവർക്ക് ഈ മരണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ് പോയത്, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും. ഓക്കെ, അപ്പോൾ ഈ മകനിങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാനെ കാലിലെന്തോ ചെറിയൊരു വ്രണം കണ്ടിട്ട് കൊണ്ടുപോയതാണ്. പിന്നീട് 2-3 ദിവസമാകുമ്പോഴത്തേക്ക് മരണത്തിലേക്ക് വന്നു എന്നുള്ള ആ നാൾ വഴികൾ ഇങ്ങനെ പറയാണ്, കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഹോസ്പിറ്റലിൽ മാറ്റുന്നതും. ഇതിനിടയിൽ എൻ്റെ കൂടെ വന്ന 2 പേര് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പാവങ്ങളാണ്, സാധുക്കളാണ്. അവരിതിങ്ങനെ കയറിയിട്ട് ഇതേപോലെ നാൾ അവിടെയും ഇതേപോലെ നാൾ ഇവിടെയും എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൈകളിലും കാലുകളിലൊക്കെ ഇങ്ങനെ പതുക്കെ തൊട്ടിട്ടും തോണ്ടിയിട്ടൊക്കെ പറയട്ടെ അവൻ പറയട്ടെ, കാരണം ഇതൊക്കെ അവർ വൈപ്പ് ഔട്ട് ചെയ്യാണ്, കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അത് തന്നെയാണ് ഫൗസിയയുടെ വിശദീകരിച്ച സംഭവങ്ങളും അതുമായി റിലേറ്റഡ്. അപ്പോൾ ഞാൻ ഈ പോയിൻ്റ് ഈ ഒരു ഫൈനൽ പോയിൻ്റ് ഇതാണ്, അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ, നമുക്കത് കൊടുക്കുക. നമുക്ക് ഇനി നമ്മുടെ ഉത്തരവാദിത്വം കൂടി ഈ പഠനം ഇത് പഠിച്ചതോട് കൂടിയിട്ട്. ഇപ്പൊ പറഞ്ഞൊരു കാര്യമായി ഞാൻ സാറ് ശ്രദ്ധിച്ചിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോ കുട്ടിയുടെ പഠനത്തെ കുറിച്ച് അല്ല, ഏത് കേസും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ നമുക്ക് ഒരു തവണ നമുക്ക് അവരെ കൊണ്ടുവരാൻ, ഇപ്പൊ ഒരു കുട്ടി പഠനത്തിൽ ബാക്കിൽ നിൽക്കുന്നത് ഇതേപോലെ എൻ്റെ അടുത്ത് ഇപ്പോ ഉള്ള കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്കൊരു സംശയം കൂടെ. അത് ഒരു തവണ ഓക്കെ നമ്മളെ കേൾക്കാനും, പക്ഷേ ആ ഒരു ചെറിയൊരു കാലയളവ്, ഇപ്പൊ സാർ പറഞ്ഞ പോലെ ആരാവണം അതൊക്കെ കഴിഞ്ഞു, ഒരു ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു കാലയളവില് ആ ഒരു ട്രാക്കിൽ വന്നു. പക്ഷെ നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി ഇപ്പോ പഠിക്കാൻ തയ്യാറല്ല. ഇപ്പൊ നിരന്തരം ഇങ്ങനെ സത്യത്തിൽ അവനിങ്ങനെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിന്റെ ഇതാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ആ കുട്ടി എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്നു. 10th ഉള്ള ഒരാള് അത് പഠിക്കാൻ തയ്യാറാകുന്നില്ല. അത് മാത്രല്ല, ഇപ്പൊ അവൻ ഭയങ്കര അത് അവന്റെ ഉമ്മ ആരോടൊക്കെയാണ് ഇത് പറയുന്നത്, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പഠിക്കില്ല, ഞാൻ തോൽക്കും. നന്നായി പഠിച്ചിരുന്ന ക്ലാസ് ടോപ്പറായിരുന്ന ഒരു കുട്ടി പറയുന്നു ഞാൻ തോറ്റോട്ടെ. അപ്പൊ സത്യത്തിൽ ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്ന അപ്പൊ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞത് അത് കുഴപ്പമുണ്ടോന്നും കൂടെ ചോദിക്കാനാണ്. ഞാനിപ്പോ പറഞ്ഞു ആ കുട്ടിയുടെ ഉമ്മയുടെ അടുത്ത് പറയാതെ നിവൃത്തിയില്ല എന്ന് തോന്നിയിട്ട് പറഞ്ഞു. എന്നാലും നീ ആ വിഷയം വിട്, കാരണം നമ്മൾ പരമാവധി എല്ലാ രീതിയിലും നോക്കി. അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം എനിക്ക് ഇതിന് മുന്നേ മറ്റതിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ആയിക്കൊള്ളട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ സബ്ജക്റ്റ് പൂർത്തിയായപ്പോ ഇപ്പൊ പറഞ്ഞത്
ഈ പറഞ്ഞ സബ്ജക്റ്റ് പൂർത്തിയായോ? അല്ല, അപ്പൊ ഞാൻ പറയണ അങ്ങനെയാണ് പറഞ്ഞതെന്ന്. അതായത് ചിലത് നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു കാര്യം നമുക്ക് നിവൃത്തിയില്ല എന്ന് തോന്നും. അപ്പൊ അത് വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം. കുറച്ച് ഡ്യൂറേഷൻ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവരും കൂടെ അതായത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും ഏത് ഭാഗത്തുകൂടെ പോയിട്ട് എല്ലാം നെഗറ്റീവിലേക്കാണ് വരുന്നതെങ്കിൽ കുറച്ച് സമയം അനുവദിക്കുക എന്നതാണ് എനിക്ക് തോന്നിയത്. അതിൽ ശരിയും തെറ്റും എന്താണെന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അല്ല, സമയം അനുവദിക്കുക എന്നുള്ളത് വളരെ കറക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടൈം കൊടുക്കുക, പിന്നെ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, പിന്നെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ മർമറിങ് ഇല്ലാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. കുട്ടികളുടെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സും പാരൻറ്റിനെ 15 മിനിറ്റ്സ് കുട്ടീനെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും പാരൻറ്റിനായിട്ട് ഇരുന്നേ പറ്റൂ. കാരണം ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇദ്ദേഹം പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ശരി തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ വെർബാറ്റിംസ് 1-2 വെർബാറ്റിംസ് ഒന്ന് അയക്കാം. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ ഓരോന്ന് അയക്കും. ഈ ഒരാഴ്ചൻ്റെ അകത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു കേസ് എനിക്ക് തിരിച്ച് അയക്കണം. അപ്പോൾ ഞാൻ അയച്ചു തരുന്ന വെർബാറ്റിം കണ്ടു കഴിഞ്ഞാൽ കൗൺസിലർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ കേസ് സ്റ്റഡികൾ കൂടുതൽ എന്താ പറയുക, ഇതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ തിയറി അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ? അതെ, ഇതിപ്പോ നമ്മള് കുട്ടികൾ മരിക്കുന്ന സംഗതി ഞാൻ പറഞ്ഞില്ലേ, പ്രസവത്തോടു കൂടി കുട്ടി മരിക്കുക അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുട്ടി മരിക്കുക. അപ്പൊ അങ്ങനത്തെ 2-3 കേസുകളായി ഇപ്പൊ അവര് ഒരാൾ 1 കൊല്ലം കഴിഞ്ഞു, ഒരാള് ഇപ്പൊ അടുത്താണ് അങ്ങനൊക്കെ. അപ്പൊ ഇപ്പൊ കാണുമ്പോഴും വേറെ ഒരു കുഞ്ഞു കുട്ടികളെ കാണാൻ പറ്റില്ല.